ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് കക്കയം വരെ പോകുന്ന അനാമികയുടെ വിശേഷങ്ങളായാലോ ഇന്ന്. എന്തായാലും 1:55 ഈ ഒരു ട്രിപ്പിലാണ് കേട്ടോ നമ്മളിപ്പം കക്കയത്തോട്ട് പോകുന്നത്. ഈ ഒരു ബസ്സിന് ഈ ഒരൊറ്റ ട്രിപ്പ് മാത്രമേ കക്കയത്തോട്ട് ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ ബസ് കയറിയിട്ടുണ്ട്. കൃത്യം 1:55 തന്നെ ബസ് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്നും ബാലുശ്ശേരി തലയാട് വഴിയാണ് കേട്ടോ കക്കയത്തോട്ട്. ഡ്രൈവർ ഉണ്ണിയേട്ടനും കണ്ടക്ടർ വിഷ്ണുവേട്ടനും ക്ലീനർ കുട്ടേട്ടനുമാണ് കേട്ടോ. കൂടാതെ നമ്മുടെ കൃഷ്ണദാസ് ബ്രോ ഉണ്ട് കേട്ടോ ബസ്സിൽ. അങ്ങനെ അതെ ബസ് നമ്മുടെ എടുത്തിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്. മിക്കപ്പോഴും നമ്മുടെ വീഡിയോയുടെ കൂടെ മഴയുണ്ടാവാറുണ്ട്. സോ ഇത് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ബസ് ഇതേ പുതിയ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുതിയ സ്റ്റാൻഡിൽ നിന്നും സ്റ്റേഡിയം വഴിയാണ് കേട്ടോ, സ്റ്റേഡിയം ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ഇത് പോവില്ല. ഇത് സ്റ്റേഡിയം പുതിയറ അരയടത്തുപാലം വഴിയാണ് കേട്ടോ പോവാറ്. അങ്ങനെ EMS സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും 45 കിലോമീറ്റർ യാത്രയാണ് കേട്ടോ കക്കയത്തോട്ട്. കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയിലോട്ടുള്ള ആദ്യ ബസ്സും നമ്മുടെ ഈ ഒരു കക്കയം ബസ്സാണ് കേട്ടോ. 5:55 കേട്ടോ ഫസ്റ്റ് ബസ്. പിന്നെ 8:40, 10:05, 11:20, 12:35, 1:55, 3:10, 4:55, 5:40 തുടങ്ങിയതാണ് കേട്ടോ കോഴിക്കോട് കക്കയം ബസ് ടൈമിംഗ് വരുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മാനാഞ്ചിറ സ്ക്വയർ വഴിയും പോകാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മുടെ കക്കയം ബസ്സുകൾ മിക്ക ബസ്സുകളും ഈ ഒരു ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോവാറ്. കക്കയും കൂരാച്ചുണ്ടും. ബാലുശ്ശേരിയിൽ നിന്നും രാവിലെ ഒരു 7:20 എടുക്കുന്ന ഒരു കക്കയം ബസ് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പുതിയറയിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയറയിൽ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മീൻചന്ത, ലുലു മാള്, തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർക്ക് ആ റൂട്ടിലോട്ട് പോകാൻ പറ്റും കേട്ടോ. കക്കയം കൂരാച്ചുണ്ട് ഭാഗത്തോട്ടുള്ള ബസ്സുകൾ മിക്കതും ഈ ഒരു വഴിക്കാണ് കേട്ടോ പോവാറ്. കോഴിക്കോട് നിന്നും കണ്ണൂർ വരെ പോകുന്ന അനാമികയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരയടത്ത് പാലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരയടത്ത് പാലത്ത് നിന്നും നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. വലത്തോട്ടാണെങ്കിൽ മെഡിക്കൽ കോളേജ് ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർക്ക് ആ റൂട്ടിലും പോകാൻ പറ്റും കേട്ടോ. നമ്മൾ നേരെയാണ് പോകുന്നത്. നേരെ എരഞ്ഞിപ്പാലത്തോട്ടാണ് ആദ്യം. നമ്മുടെ വലതുവശത്ത് കാണുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ. കോഴിക്കോട് നിന്നും സ്റ്റേഡിയം, പുതിയറ, അരയടത്ത് പാലം, എരഞ്ഞിപ്പാലം, കാരപ്പറമ്പ്, കരിക്കാംകുളം, തടമ്പാട്ട് താഴം, വേങ്ങേരി, തണ്ണീർപന്തൽ, കക്കോടി, മൂട്ടോളി, കുമാരസ്വാമി, 76, 82, പെരുമ്പോയിൽ, കാക്കൂർ, നന്മണ്ട, ബാലുശ്ശേരി, അറപ്പീടിക, വട്ടോളി, കരുമല, എഗരൂൽ, എസ്റ്റേറ്റ് മുക്ക്, രാജഗിരി, പടിക്കൽ വയൽ, തലയാട്, കരിയാത്തുംപാറ വഴിയാണ് കേട്ടോ കക്കയത്തോട്ട് പോകുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ. ഇടതുവശത്ത് കാണുന്നത് കോഴിക്കോട് സെൻറ്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അനാമികയ്ക്ക് ഈ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കക്കയത്തോട്ട്. അങ്ങനെ നമ്മളിത് എരഞ്ഞിപ്പാലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എരഞ്ഞിപ്പാലത്ത് നിന്ന് നേരെയാണ് കേട്ടോ ബാലുശ്ശേരി റോഡ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിലോട്ടും, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ ഭാഗത്തോട്ടാണ് കേട്ടോ നമുക്ക് നേരെ പോകണം. നേരെ മിനി ബൈപ്പാസ് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിത് കാരപ്പറമ്പ് എത്തിയിട്ടുണ്ട്. കാരപ്പറമ്പിൽ നിന്നും വലത്തോട്ടാണ് നമുക്ക് ബാലുശ്ശേരി ഭാഗത്തോട്ട് പോകേണ്ടത്. കാരപ്പറമ്പിൽ നിന്നും കക്കോടി, ചേളന്നൂർ വഴിയാണ് കേട്ടോ ബാലുശ്ശേരിയിലോട്ട്. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ വയനാടൻ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ കക്കയം. കക്കയത്ത് നിന്നും കരിയാത്തുംപാറ, തോണിക്കടവ്, ഉരക്കുഴി വെള്ളച്ചാട്ടം, പെരുവണ്ണാമുഴി ഡാം എല്ലാം പോകാൻ പറ്റും കേട്ടോ. തോണിക്കടവും കരിയാത്തുംപാറയെല്ലാം ബസ് പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കരിക്കാംകുളത്ത് എത്തിയിട്ടുണ്ട്. കരിക്കാംകുളത്ത് എത്തിയപ്പോഴേക്കും നല്ല മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് വേങ്ങേരിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. വേങ്ങേരി ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. NH 66 മേലെ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ ഒരു അനാമികയുടെ വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും. നമുക്ക് കുറേ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് കക്കോടി പാലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കക്കോടി പാലത്തിൻ്റെ താഴെ കൂടി ഒഴുകുന്ന വെള്ളം പൂനൂർ പുഴയുടെ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കക്കോടി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കക്കോടിയിൽ നിന്നും ചേളന്നൂർ, കാക്കൂർ, നന്മണ്ട വഴിയാണ് കേട്ടോ ബാലുശ്ശേരിയിലോട്ട്. അങ്ങനെ ഇതേ നമ്മൾ 82 എത്തിയപ്പോഴേക്കും നമ്മുടെ കൂട്ടാലിട അനാമിക പോകുന്നത് കണ്ടോ. അതും ഇവരുടെ തന്നെ ബസ്സാണ് കേട്ടോ. അനാമികയ്ക്ക് സത്യത്തിൽ കുറേ ബസ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കാക്കൂരെത്തി. കാക്കൂരെത്തിയപ്പോഴേക്കും സമയം 2:40 കേട്ടോ. കാക്കൂരിൽ നിന്നും നന്മണ്ട വഴിയാണ് കേട്ടോ ബാലുശ്ശേരിയിലോട്ട്.
ഈ ഒരു റൂട്ടിൽ കാക്കൂർ കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്പറുകളാണ് കേട്ടോ. നന്മണ്ട 11, 12, 13, 14 അങ്ങനെ നമ്മളിതേ നന്മണ്ട 11 അഥവാ കാക്കൂർ 11 എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബസ് സ്റ്റോപ്പുകളുടെ പേരുകളാണ് കേട്ടോ. ചേളന്നൂർ കഴിഞ്ഞാലും ചേളന്നൂർ 82, 84, 9, 95 തുടങ്ങി മുഴുവൻ നമ്പറുകളുടെ കളികളാണ് കേട്ടോ ഈ റൂട്ടിലെ ബസ് സ്റ്റോപ്പുകളുടെ പേര്. അങ്ങനെ നമ്മൾ നന്മണ്ട 13 എത്തിക്കൊണ്ടിരിക്കുന്നു. നന്മണ്ടയിലെ മെയിൻ സ്റ്റോപ്പുകളൊന്നാണ് കേട്ടോ നന്മണ്ട 13. നന്മണ്ട 13 നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചീക്കിലോട്ടേക്കും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നരിക്കുനിയിലോട്ട് എത്താവുന്നതാണ്. നന്മണ്ടയിൽ നിന്നും അടുത്തത് ബാലുശ്ശേരിയാണ് കേട്ടോ. നമ്മളങ്ങനെ ബാലുശ്ശേരി മുക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലുശ്ശേരി മുക്കിൽ നിന്നും ബാലുശ്ശേരി സ്റ്റാൻഡിൽ പോയിട്ടേ നമ്മൾ കക്കയത്തോട്ട് പോകുള്ളൂ കേട്ടോ. അങ്ങനെ ഇടത്തോട്ടാണ് നമുക്ക് ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ട് പോകേണ്ടത്. ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ട് എത്തിയപ്പോൾ സമയം 2:55 ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ റണ്ണിങ് ആണ് കേട്ടോ ബാലുശ്ശേരി കോഴിക്കോട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിത് ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെസ്റ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ആളെ കയറ്റി എടുത്ത് പോകാനുള്ള ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് ബസ് ഇറങ്ങി ജസ്റ്റ് ആളെ കയറ്റി ഇറങ്ങി എടുത്ത് നമ്മളിപ്പോൾ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് അപ്പം തന്നെ ആളെയും കയറ്റി നേരെ നമ്മൾ കക്കയത്തോട്ടുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇടത്തോട്ടേക്കാണ് പോകേണ്ടത്. വലത്തോട്ട് പോയാൽ കൊയിലാണ്ടി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ബാലുശ്ശേരി ടൗണിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ബാലുശ്ശേരിയിൽ നിന്നും വട്ടോളി, കരിമല, എഗരൂൽ എസ്റ്റേറ്റ് മുക്ക് വഴിയാണ് കേട്ടോ തലയാട്ടേക്ക് പോകേണ്ടത്. തലയാടിൽ നിന്നും പിന്നെ കരിയാത്തമ്പാറ വഴി കക്കയത്തോട്ട്. അങ്ങനെ നമ്മുടെ ബാലുശ്ശേരി മുക്കിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും വന്ന ബസ് തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. പക്ഷേ അവർ കിനാലൂരിലോട്ടാണ്, നമ്മുടെ ബസ് കക്കയത്തോട്ടും. ബാലുശ്ശേരിയിൽ നിന്നും 26 കിലോമീറ്ററോടെ ഉണ്ട് കേട്ടോ യാത്ര ചെയ്യാൻ കക്കയത്തോട്ട്. ബാലുശ്ശേരിയിൽ നിന്നും അറപ്പീടിക, അമരാപുരി, വട്ടോളി, തേനാക്കുയി, കരുമല, ഉപ്പുംപെട്ടി, എഗരൂൽ, എസ്റ്റേറ്റ് മുക്ക്, രാജഗിരി, തലയാട്, കരിയാത്തുംപാറ വഴിയാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ നമ്മളിത് അറപ്പീടിക എത്തിക്കൊണ്ടിരിക്കുന്നു. അറപ്പീടികയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് വയലട, കുറുമ്പോയിൽ ഭാഗത്തോട്ടുള്ള റോഡാണ് കേട്ടോ. താമരശ്ശേരിയിൽ നിന്നും കൊയിലാണ്ടിയിലോട്ട് പോകുന്ന സുൽത്താന ബസ്സാണ് അവിടെ ഉള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ പറയുകയാണ് കേട്ടോ. വട്ടോളിയിലോട്ട് എത്തിയപ്പോഴേക്കും സമയം 3 മണിയായിട്ടുണ്ട് കേട്ടോ. വട്ടോളിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് കിനാലൂർ മങ്കയം ഭാഗത്തോട്ടും വലത്തോട്ട് കരിയാത്തങ്കാവ് നന്മണ്ട ഭാഗത്തോട്ടുള്ള റോഡാണ് കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇടത്തോട്ട് പോയാലും നമുക്ക് തലയാട്ടിലോട്ട് എത്താവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് കൂടെ. അങ്ങനെ നമ്മളിത് എഗരൂരിലോട്ട് എത്തിയിട്ടുണ്ട്. എഗരൂരിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ താമരശ്ശേരി കൊയിലാണ്ടി അനാമികയെയും നമുക്ക് കാണാൻ പറ്റി കേട്ടോ. നല്ല മഴ വീണ്ടും തുടങ്ങുന്നുണ്ട്. കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അനാമിക അങ്ങോട്ട് കൊയിലാണ്ടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിത് യൂസ്ഡ് ബൈക്സൊക്കെ കിട്ടുന്ന നമ്മുടെ എസ്റ്റേറ്റ് മുക്കിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇനിയാണ് കേട്ടോ നമ്മുടെ മലയോര ഹൈവേയുടെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ താമരശ്ശേരിയിലോട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ ഒരു ഹൈവേയിലൂടെ, നമ്മുടെ മലയോര ഹൈവേയിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തലയാട് ലക്ഷ്യമായിട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. എസ്റ്റേറ്റ് മുക്കിൽ നിന്നും കക്കയത്തോട്ട് ഒരു 18 കിലോമീറ്ററോടെ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് രാജഗിരിയൊക്കെ കഴിഞ്ഞ് നേരെ എമ്മമ്പറമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റൊക്കെ വളരെ മുന്നേ തുടങ്ങിയ പെർമിറ്റുകളാണ് കേട്ടോ. അനാമികയുടെ ഈ ഒരു പെർമിറ്റെല്ലാം വളരെ പഴക്കേറിയ പെർമിറ്റുകളാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സർവീസുകളൊക്കെ തന്നെയാണ് ഈ ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് നമുക്ക് തലയാട്ടോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും റബ്ബർ കൃഷിയും അതേപോലെ കൊക്കോ കൃഷിയും എല്ലാം ഉണ്ട് കേട്ടോ. അനാമികയ്ക്ക് ഓർഡിനറി ബസ്സും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും അതേപോലെ സിറ്റി ബസ്സും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും പിന്നെ നമ്മുടെ ചെറുകുളം മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന ബസ്സും കൊയിലാണ്ടി താമരശ്ശേരി കല്ലാനോട് കോഴിക്കോട് കക്കയം അതേപോലെ കൂട്ടാളിയുടെ കോഴിക്കോട് തുടങ്ങിയ നിരവധി ബസ്സുകൾ അനാമികയ്ക്ക് ഉണ്ട് കേട്ടോ.
നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ബസ് കല്ലാനോട് കോഴിക്കോട് കക്കയം ഓടുന്ന ബസ്സാണ് കേട്ടോ. ഈ ഒരു ബസ്സിന് എല്ലാ ട്രിപ്പും ഓരോ സ്ഥലത്തോട്ടാണ്. രാവിലെ കല്ലാനോട് നിന്നും പുറപ്പെട്ടാൽ പിന്നെ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലോടും, പിന്നീട് കക്കയം പോവും, പിന്നീട് വീണ്ടും കല്ലാനോട്ടേക്ക് പോകും. അങ്ങനെ നമ്മളിത് താഴെ തലയാട് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. തലയാട് 2 സ്റ്റോപ്പുകളാണ് കേട്ടോ ഉള്ളത്, താഴെ തലയാടും മേലെ തലയാടും. താഴെ തലയാടിൽ നിന്നും ഇടത്തോട്ട് പോയാൽ നമുക്ക് വയലടയിലോട്ടൊക്കെ എത്താം കേട്ടോ. അങ്ങനെ നമ്മളിത് മേലെ തലയാട് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ. ഈ മലയോര ഹൈവേ വന്നതിന് ശേഷം ഈ ഒരു തലയാട് അങ്ങാടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി കാഴ്ചകൾ കണ്ട് ഇനി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അങ്ങോട്ടാണ് ചുരം കയറുന്നത് പോലെ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇനി 11 കിലോമീറ്ററോളം ഏകദേശം ചുരം തന്നെയാണ് കേട്ടോ. തലയാട് നിന്നും ബാലുശ്ശേരിയിലോട്ടൊക്കെ എപ്പോഴും ബസ്സുകളുണ്ട് കേട്ടോ. എന്നാൽ കക്കയത്ത് നിന്നും ബാലുശ്ശേരിയിലോട്ട് പോകുന്നത് ഈ ഒരു കോഴിക്കോട് ബസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു ക്രൂ ഒക്കെ. എല്ലാ സ്റ്റോപ്പിലും നിർത്തി അത് വീഡിയോ എടുക്കുക, ഇത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലീനർ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ആളും ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്ന് അതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ സഹായിച്ച എല്ലാ ക്രൂവിനോടും അതേപോലെ നമ്മുടെ ഓണറിനോടും എല്ലാം നന്ദി ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മലയോര ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1960കളിൽ കേരളത്തിൽ വൈദ്യുത ആവശ്യങ്ങൾക്ക് വേണ്ടി കുറ്റ്യാടിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഡാമാണ് നമ്മുടെ കക്കയം ഡാം. മലബാറിലെ ആദ്യ ഡാം കൂടിയാണ് കേട്ടോ ഈ ഒരു കക്കയം ഡാം. കുട്ടേട്ടനും കൃഷ്ണദാസ് ബോയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഡ്രൈവറാണ് ഉണ്ണിയേട്ടൻ കുറേ റീൽസൊക്കെ നമ്മൾ ലാസ്റ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ മലയോര ഹൈവേയുടെ ഭംഗിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഈ ഒരു റോഡിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തലയാടങ്ങാടിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 750 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ കക്കയം ഡാമുള്ളത്. മലയോര ഹൈവേയുടെ കാഴ്ചകൾ കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് യാത്ര പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കക്കയം. കക്കയത്ത് നിന്നും കോഴിക്കോട്ടേക്ക് രാവിലെ 6:20, 7:10, 7:40, 8:40, 8:50, 11:35, 12:20, 1:20, 2:35, 3:50, 5:20 തുടങ്ങിയതാണ് കേട്ടോ ബസ് ടൈമിംഗ്. ഇതിന് പുറമെ തലയാടേക്ക് എത്തിയാൽ തലയാട് നിന്നും കോഴിക്കോട്ടേക്കും ബസ്സുകളുണ്ട് കേട്ടോ. എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ കിടിലൻ റൂട്ട് കൂടിയാണ് ഈ ഒരു കക്കയം റൂട്ടെന്ന് പറയുന്നത്. കക്കയം ടൗണിൽ നിന്നും ഡാമിലോട്ട് 13 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. വണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ജീപ്പോ വല്ലതും വിളിക്കേണ്ടി വരും. അവിടെ നിന്നും ബസ്സുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. കക്കയം ടൗൺ വരെ നമ്മുടെ ബസ്സുകളൊക്കെ പോവുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച അനാമിക ബസ്സിൻ്റെ ഓണർ ദിലീപേട്ടനും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ. എന്തായാലും മലയോര ഹൈവേ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ ഈ ഒരു അനാമിക. രാവിലെ കല്ലാനോട് നിന്നും കോഴിക്കോട് എത്തി, പിന്നീട് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ 2 തവണ ഓടി, പിന്നീട് കോഴിക്കോട് നിന്ന് കക്കയത്ത് വന്ന്, പിന്നെ കക്കയത്ത് നിന്ന് കോഴിക്കോട് പോയി, പിന്നെ കോഴിക്കോട് നിന്ന് വീണ്ടും കല്ലാനോട് പോകും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റൂട്ട്. അങ്ങനെ നമ്മളിത് 28 മൈൽ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. 28 നിന്നും താഴോട്ട് പോയി കഴിഞ്ഞാൽ കല്ലാനോട്, കൂരാച്ചുണ്ട്, ചെമ്പ്ര, ചെമ്പനോട, ചക്കിട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റുമോ കേട്ടോ. മലയോര ഹൈവേ കടന്നു പോകുന്നതും ആ റൂട്ടിലാണ്. നമ്മളിതേ വലത്തോട്ടേക്ക് തിരിയും കേട്ടോ. വലത്തോട്ടേക്ക് പഴയ റോഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ കക്കയം വരെ. അങ്ങനെ നമ്മളിതേ കരിയാത്തുംപാറ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കരിയാത്തുംപാറയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിന് ഒരു 300 മീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് വ്യൂ പോയിൻറ്റിലോട്ട് എത്താം കേട്ടോ. തോണിക്കടവിലോട്ടൊക്കെ പോകുന്ന റൂട്ടും അതുതന്നെയാണ് കേട്ടോ. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ ഇനി കക്കയം ടൗണിലോട്ട്. ഈ ഒരു പാലത്തിന് തൊട്ട് താഴത്തൂടെ പോകുന്നത് കക്കയം ഡാമിൽ നിന്നും വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കക്കയം കരിയാത്തുംപാറ കഴിഞ്ഞു നേരെ നമ്മളിനി കക്കയത്തോട്ടാണ്. അത്യാവശ്യം ചെറിയ റോഡാണ് കേട്ടോ ഇനി അങ്ങോട്ട്. പക്ഷേ വലിയ രീതിയിലുള്ള വണ്ടികളോ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരാനില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ മണിക്കൂർ ഇടവിട്ട് മാത്രമേ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ബസ്സുകളുള്ളൂ. ഇത് വലതുവശത്ത് കാണുന്നത് പള്ളിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ. അവിടെ അടിപൊളി പള്ളിയുണ്ട്, അവിടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇവർ എനിക്ക് സപ്പോർട്ട്, നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ.
ബസ്സൊക്കെ ഇടയ്ക്കൊക്കെ നിർത്തിത്തരുമൊക്കെ ചെയ്യുമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ഉണ്ട് കേട്ടോ. ഓൾറെഡി 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ റെസ്റ്റിംഗ് ടൈം. 10 5 മിനിറ്റ് എങ്ങാണ്ടേ കക്കയത്ത് റെസ്റ്റിംഗ് ഉള്ളൂ കേട്ടോ. എന്നിട്ടും ഇവരെ ഇങ്ങനെ നിർത്തി വീഡിയോസ് എടുക്കാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. തികച്ചും ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ ഒരു കക്കയം ടൗൺ എന്ന് പറയുന്നത്. എന്നാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. എന്തായാലും വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ അത്. ഇടതുവശത്ത് കാണുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചാണ് കേട്ടോ. ഈ ഒരു ചർച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തി തന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കക്കയം ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കക്കയം ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമേ ഇവിടെ റെസ്റ്റിംഗ് ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ എടുക്കും. ജസ്റ്റ് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ ഇവർക്കുള്ളൂ. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്നും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. ഈ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കക്കയം ഡാം സൈഡാണ് കേട്ടോ. അങ്ങോട്ട് പക്ഷേ ഇതിന് നമുക്ക് പ്രവേശനമില്ല. പ്രൈവറ്റ് ബസ്സും ഏത് ബസ്സായാലും ഇവിടം വരെ ഉള്ളൂ കേട്ടോ ബസ്സുകളൊക്കെ. ഇവിടുന്ന് വേറൊരു വണ്ടിയോ അല്ലെങ്കിൽ ജീപ്പോ എന്തെങ്കിലും വിളിച്ചിട്ട് വേണം നമുക്ക് ഡാം സൈഡിലോട്ട് പോകാൻ, അല്ലെങ്കിൽ സ്വന്തം ബൈക്ക് എടുത്ത് വരേണ്ടി വരും. അങ്ങനെ നമ്മളിത് ബസ് കക്കയത്ത് കൃത്യം 3:40 എത്തിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. വളരെ കുറച്ച് ബസ്സുകൾ മാത്രം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കക്കയം. മിക്ക ബസ്സുകളും കോഴിക്കോട് ബസ്സുകളായിരിക്കും കേട്ടോ. ബാലുശ്ശേരി കോഴിക്കോട് ബസ്സുകളായിരിക്കും. കക്കയം ടൗണിൽ കുരിശുപള്ളിയോട് തൊട്ട് ബാക്കിൽ കാണുന്നത് 100 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് ആണ് കേട്ടോ. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം പോലീസ് ക്യാമ്പിൽ രക്തസാക്ഷിയായ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി CP രാജൻ്റെ സ്മാരകവും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. വെറും 10 മിനിറ്റ് മാത്രമേ ഇവിടെ റെസ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റിംഗ് കഴിഞ്ഞ് നേരെ നമ്മളിതേ കോഴിക്കോട്ടേക്ക് യാത്ര വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു നമ്മുടെ കുരിശുപള്ളിയും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ഇവരെനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രം ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും ഇത്രയും സ്ഥലങ്ങളിൽ നിർത്തി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട് ആൻഡ് ബൈ.